പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തെയ്യക്കാലമല്ലാത്ത സമയത്തും ഒരു തെയ്യം. കർക്കിടകത്തിലെ 16-ാം നാളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന തെയ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിന്റെ പേരാണ് മാരിത്തെയ്യം. ഇതിനു പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഐതിഹ്യങ്ങളുമുണ്ട്. കർക്കിടകത്തിലെ മാരിത്തെയ്യത്തിന്റെ പ്രത്യേകതകളും ഈ തെയ്യത്തിന് പിന്നിലെ വിശ്വാസങ്ങളും അറിയാൻ വീഡിയോ മുഴുവൻ കാണുക. തെയ്യം എന്ന അനുഷ്ഠാന ആചാരം തുലാം 10 തുടങ്ങി മാടായിക്കാവിലെയും കളരിവാതുക്കിലെയും തെയ്യത്തോടെ പര്യവസാനിക്കുന്ന ആചാരമാണ്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമാണ് കർക്കിടകം 16-ന് മാടായിക്കാവ് പരിസരത്ത് കെട്ടിയാടുന്ന മാരിത്തെയ്യം. തുടിയുടെ താളത്തിൽ മാരിയെ അകറ്റാൻ മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. ശനിയെയും മഹാമാരികളെയും ആട്ടി അകറ്റാനാണ് മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ തുടിയുടെ താളത്തിൽ ഉറഞ്ഞാടുന്നത്. കർക്കിടകം 16-ാം നാളിലാണ് ഉച്ചാടന സംബന്ധമായ അനുഷ്ഠാനത്തോടനുബന്ധിച്ച് മാരിത്തെയ്യങ്ങൾ കെട്ടിയാടുന്നത്. നാട്ടിൽ പടർന്നു പിടിച്ച മഹാവ്യാധികളെയും ദോഷങ്ങളെയും ഒഴിവാക്കാൻ അന്നത്തെ നാടുവാഴി ചിറക്കൽ തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം തുടർന്നു വരുന്ന ആചാരമാണിത്. ദളിത് സമുദായത്തിൽപ്പെട്ട ആചാര പൊള്ളയെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയത്. വട്യൻ പൊള്ളയുടെ ഇന്നത്തെ തലമുറയിൽ മാട്ടൂൽ സ്വദേശി കാഞ്ഞൻ പൂജാരിയുടെ മരുമകൻ തെക്കൻ ഗോപാലൻ പൊള്ളയാണ് ഇപ്പോഴത്തെ അവകാശി. മാരിത്തെയ്യങ്ങൾ പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ കയറി ഇറങ്ങുന്നതോടെ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുമെന്നും ഐശ്വര്യം ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. മാരിക്കുളിയൻ, മായക്കുളിയൻ, മാമായ കലിവൻ, മായക്കലിച്ചി, മാമാനക്കുളിയൻ എന്നീ തെയ്യങ്ങളാണ് ഉറഞ്ഞാടുന്നത്. മാരിത്തെയ്യങ്ങളുടെ ഐതിഹ്യം ഇങ്ങനെയാണ്. മലനാട്ടിലേക്കുള്ള ദൈവക്കപ്പലിൽ ആര്യനാട്ടിൽ പൊടിച്ചുണ്ടായ ദുർദേവതകൾ കയറിപ്പറ്റി. ആയിരക്കടലും ചോരക്കടലും താമരക്കടലും കടന്ന് കപ്പൽ കൂത്താലിക്കടവിലെത്തി. മാരിയൻകാറ്റ് മറിഞ്ഞടിച്ച് ചൂര്യൻ കാറ്റ് ചുഴിഞ്ഞടിച്ചു. കപ്പൽ ആടി ഉലഞ്ഞു. കപ്പിത്താനോട് മറുകരയായ കണ്ണൂർ വേളാപുരത്ത് കപ്പലടുപ്പിക്കുവാൻ നിർദ്ദേശിച്ചു. തട്ടും തടയും വെച്ച് ജപിച്ച് ദുർദേവതകളെ ഇറക്കിവിട്ടു. കപ്പലിറങ്ങിയ ദുർദേവതകൾ 2 ഭാഗങ്ങളായി തിരിഞ്ഞ് മലനാട് വളഞ്ഞു. മാരിയൊഴിപ്പിക്കാൻ തെക്കൻ പൊള്ള തന്നെ വരണമെന്ന് കണിശൻ കൽപ്പിച്ചു. അങ്ങനെ മാരിത്തെയ്യങ്ങൾക്ക് പൊള്ള രൂപവും ഭാവവും നൽകി. തകിലടിയും തുടിവാദ്യവും മുഴങ്ങി തുടങ്ങുമ്പോൾ മാരിത്തെയ്യങ്ങൾ ചമയങ്ങളോടെ ഇറങ്ങും. ആടി ഉറഞ്ഞ് നടയിലെത്തിയാൽ ക്ഷേത്രം ശാന്തി പായസം മാരിയുടെ മുമ്പിൽ വിളമ്പും. ശനിയൊഴിപ്പിച്ച് പൂജയും കോഴിയും ഗുരുതി നൽകി യാത്രാപ്പാട്ടുപാടി കടൽക്കരയിൽ ദുർദേവതകളെ ഒഴുക്കിവിടും. അന്യനാട്ടിൽ നിന്നെത്തിയ മഹാവ്യാധികളെയും ദോഷങ്ങളെയും ആവാഹിച്ച് പുഴയിലോ കടലിലോ ഒഴുക്കുന്നതോടെ മാരിത്തെയ്യങ്ങളുടെ ദൗത്യം പൂർത്തിയാകും.
മാടായിക്കാവിന്റെ പരിസരത്തുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് മാരിത്തെയ്യങ്ങൾ വിട്ടൊഴിയാൻ പോവുകയാണ്. നല്ല മഴയായിട്ടും വമ്പിച്ച ജനമായിരുന്നു പരിസരത്തുണ്ടായിരുന്നത്. മാടായിക്കാവിന്റെ പരിസരത്തിൽ നിന്നും ഇറങ്ങിയ മാരിത്തെയ്യങ്ങൾ പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ കയറുന്നതോടെ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുമെന്നും ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കുരുത്തോല കൊണ്ടുള്ള ലളിത വേഷവും മുഖപാളിയും കൗതുകമുണർത്തുന്ന ആട്ടവും ആകർഷണമാണ്. മാടായിക്കാവിന്റെ പരിസരത്ത് തെയ്യങ്ങളുടെ ആടിത്തിമർപ്പിന് ശേഷം മാടായിക്കാവിലെ പ്രധാനപ്പെട്ട 4 ഇല്ലങ്ങളായ താഴത്തില്ലം, നടുവിലെ ഇല്ലം, ആരുംവള്ളി, ഇട്ടുമ്മൽ എന്നീ വീടുകളിലും പൈഞ്ഞാൻ, പാപ്പിനി, കണ്ണൻ വീട് എന്നീ തറവാടുകളിലും മാരിത്തെയ്യങ്ങൾ കയറി ചെല്ലും. ഇവിടെ നിന്ന് വീട്ടുകാർ കരിക്കട്ട, അരി, മഞ്ഞൾ കൊമ്പ് എന്നിവ നൽകും. ഇതിൽ മാരികളെയും വ്യാധികളെയും ആവാഹിക്കും. പരിസര പ്രദേശത്തെ വീടുകളിലും തെയ്യങ്ങൾ കയറിയിറങ്ങും. നല്ല മഴയായിട്ടും ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും നിരവധി പേരാണ് മാരിത്തെയ്യങ്ങളെ കാണാനായി എത്തിയത്. വീടുകളിലെ മാരിപ്പാട്ടിനു ശേഷം വൈകിട്ട് പഴയങ്ങാടി മുട്ടുകണ്ടിപ്പുഴയിൽ ദുർദേവതകളെ ഒഴുക്കി. ഇതോടെ ഈ വർഷത്തെ മാരിത്തെയ്യം സമാപിക്കും. ഇനി വീണ്ടും അടുത്ത വർഷം കർക്കടകം 16-ന് മാരിത്തെയ്യം ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങും. മാരിത്തെയ്യത്തിന്റെ വിശേഷം ഇവിടെ തീരുന്നു. മാരിത്തെയ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള നമ്മുടെ നാട്ടിലെ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കൗതുകകരമായ കാഴ്ചയുമായി കാണാം. നന്ദി, നമസ്കാരം.